ഇതുപോലെ എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൂടാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ സർവേശ്വരൻ ആദ്യമായി നന്ദി പറയുകയാണ്. ഇരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് എത്ര പ്രസക്തി ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി വെച്ച ഈ നമുക്ക് വളരെ ഗംഭീരമായി നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഒരുപാട് ഐക്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടെയും നമ്മുടെ സ്കൂൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത്. ഒരുപാട് കാലമായി എനിക്ക് അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ആ നോമ്പ് തുറന്ന നേരത്തെ ഞാനില്ലേ ഒരു നോമ്പ് തുറ പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പറഞ്ഞതുപോലെ രാവിലെ മുതൽ ആ നോമ്പിലെ വിഷുവിൽ അല്ലെങ്കിൽ എല്ലാം വേണ്ട എന്ന് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങളുടെ സ്റ്റാഫുകളിലാണെങ്കിൽ ഞങ്ങൾ ഭക്ഷണം വരെ അവർ നമ്മുടെ അവിടെ നിന്ന് മാറി നിൽക്കില്ല. ഞങ്ങളുടെ ഔപചാരികത പ്രധാനമായി നിർദ്ദേശങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നോമ്പിനെ പറ്റി വളരെയധികം പറയൽ കഴിഞ്ഞു പോയി. അവരെല്ലാം അതിൻ്റെ പ്രത്യേകതകളെല്ലാം നിങ്ങളെ ധരിപ്പിച്ചു, നിങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു. നമ്മളെല്ലാം ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ദരിദ്രരാണ്, യാചകരാണ്. എല്ലാവരും അവരവരുടെ അമ്പലങ്ങളിലും ദൈവങ്ങളിലും പള്ളികളിലും ചർച്ചകളിലൊക്കെ പോയി ദൈവത്തിനോട് യാചിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നോമ്പും അതിൻ്റെ അനുഷ്ഠാനങ്ങളും അതിനോടനുബന്ധിച്ച ത്യാഗവും. ഇതൊരു വലിയ ത്യാഗമാണ്. ഈ ത്യാഗത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് തന്നെ മഹത്വങ്ങളുള്ളതാണ് അതിൻ്റെ 30 ദിവസത്തെ ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ എല്ലാവരും ഏതാണ്ട് 10-20 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. അത് പൂർത്തിയാക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ നിങ്ങൾ നൽകിയ ഈ ഇഫ്താർ വിരുന്ന് ഇതിനെപ്പറ്റി ഏത് ഭാഷയിൽ പറഞ്ഞാലും ഇത് ഒരു 7 സ്റ്റാർ റിസപ്ഷനായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നു. അതിനാൽ ഏതൊരു അർത്ഥത്തിലാണോ നിങ്ങളിത് സന്തോഷത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾക്ക് നൽകുന്നത്, അതേ സന്തോഷത്തിൻ്റെ ഭാഷയിൽ അതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ തന്നെയും ആ കഴിച്ചതിന് തുല്യമായി അതിൻ്റെ എല്ലാ നിങ്ങളുടെ ആ സഹകരണം, സൗഹാർദ്ദം, സന്തോഷം അതിൽ പങ്കുചേരുകയും മുന്നോട്ട് തന്നെ നിലനിൽക്കണമെന്നുള്ള അത്യാഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും. കൂടുതൽ പറയാനല്ലെങ്കിലും വാക്കുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളുടെ ഫലത്തിനെയും ഞങ്ങൾ സ്പർശിക്കുന്നുണ്ട്. നന്മകൾ മാത്രം ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു മാസക്കാലം, ഈ പുണ്യമാസം നിങ്ങൾ നിങ്ങളുടെ പാപ മുക്തിക്കായി പരസ്പര സ്നേഹ കൈമാറ്റത്തിനായി നൽകുന്നു. പരസ്പരം സ്നേഹം ഉടലെടുക്കുന്നു. സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നിയുള്ള ഗുണങ്ങളെല്ലാം ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം വരെ കാത്തിരുന്ന് വിശപ്പിന്റെ യഥാർത്ഥ വില തിരിച്ചറിയുന്ന ഓരോ മുസ്ലിം സഹോദരനും ഞങ്ങൾക്ക് നല്ല മാതൃക. ഈ ഒരു ചടങ്ങ് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന കാലഘട്ടങ്ങളിൽ കുട്ടികൾ നടത്തിയ ഇഫ്താർ ഏറ്റവും സന്തോഷത്തോടെ സഹൃദയത്തോടെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം പൂജിച്ചുകൊണ്ട് നിൽക്കാവുന്ന ഒരു ഇഫ്താർ സംഗമം അത് നമുക്ക് എല്ലാ വർഷങ്ങളിലും ഏറ്റവും ഭംഗിയാണ്. എല്ലാവരും ഒരുമിച്ച് ഈ സന്തോഷത്തോടെ സമാധാനത്തോടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇതിന് വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. സമയമായി 8 മിനിറ്റ് സമയമുണ്ട് നമ്മൾക്ക്. അത് നമ്മൾക്ക്